താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പേരിൽ വലിയ കാര്യമുണ്ടോ? സാമാന്യഗതിയിൽ ഒന്ന് വേറിട്ട് തിരിച്ചറിയുന്നതിന് വേണ്ടി ഉള്ള ഒരു അടയാളം എന്നാണ് സാമാന്യക്കാർ കരുതിപ്പോരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പേര് വേണമെന്നില്ല, ഒരു നമ്പർ ഇട്ടാലും മതി തിരിച്ചറിയുവാൻ. ഇപ്പം നമ്പരിടുമ്പോൾ ഈ കോടികളായിട്ട് പെരുകുമ്പോൾ ഈ വലിയ സംഖ്യ പറയുന്നതിനൊരു ബുദ്ധിമുട്ട് വരും. ഇവിടെ സൂചിപ്പിച്ചത് അത് പ്രായോഗികമാണെന്നല്ല, തിരിച്ചറിയുവാനാണെങ്കിൽ കളിക്കാർക്കൊക്കെ ഇടുന്ന പോലെ ഒരു നമ്പരാണെങ്കിലും മതി. എന്നാൽ പേരിടൽ അതൊരു സംസ്കാര കർമ്മമാണ്. ഭാരതീയ പാരമ്പര്യമനുസരിച്ച് ഈ ഷോഡശ സംസ്കാരമെന്ന് പറയും. അതിൽ വരുന്നതാണ് നാമകരണം. ഒരു സംസ്കാര ക്രിയയുടെ ഭാഗമായി ഒരു നാമം ഒരു പുതിയ പ്രജയ്ക്ക് നിശ്ചയിക്കുമ്പോൾ അതിന് പല സങ്കല്പങ്ങളും കാണും. ഇപ്പം നാം ഒരു വീട് പണിത് മനോധർമ്മം അനുസരിച്ചുള്ള ചായം പൂശാറുണ്ട്. വസ്ത്രമാണെങ്കിലും ചായം മുക്കും, പണ്ടത്തെ രീതിയാണ്. ഇപ്പോൾ ഏതായാലും ഇഷ്ടമുള്ള ഒരു നിറം തിരഞ്ഞെടുക്കുമ്പോൾ ആ നിറം തന്നെ പ്രതീക്ഷിക്കും. അതല്ലാതെ നീല പ്രതീക്ഷിക്കുന്നവർക്ക് നീലത്തിൽ മുക്കിയാൽ അത് ചുവപ്പായി അനുഭവപ്പെടാൻ ന്യായമില്ല. അതൊരു ഉറപ്പാണ്. ചുവന്ന ചായത്തിൽ മുക്കിയാൽ ചുവന്ന തന്നെ ഇരിക്കുമെന്ന്. ഈ ഒരു ഉറപ്പ് പേരിടുമ്പോൾ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പം ആ ചോദ്യം ഒരുപക്ഷെ ആർക്കും വ്യക്തമായിട്ടുണ്ടാവില്ല. നീലം മുക്കുമ്പോൾ അതിന് നീല നിറം വരുമെന്ന് ഉള്ള ഉറപ്പ്. ഒരു പേരിടുമ്പോൾ ആ പേര് പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗുണമുണ്ട്. ഇപ്പൊ സന്തോഷം എന്ന് പറയുമ്പോൾ അവൻ സന്തോഷവാനായിരിക്കണം. ആ ഗുണത്തെ പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അത് അയാളുടെ ഒരു സ്വഭാവമായിരിക്കും എന്നൊരു പ്രതീക്ഷ. ചിന്തിക്കുക, നമ്മുടെ എല്ലാം പേരുകളൊന്ന് പരിശോധിക്കുക.
എന്തെങ്കിലും ആ പേര് അർത്ഥമാക്കുന്ന ഏതെങ്കിലും ഗുണത്തെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ കമല ലോചനൻ, പത്മലോചനൻ എന്താണ്? താമര ഇതൾ പോലുള്ള കണ്ണ് ഉള്ളവൻ, മനോഹരമായ നയനമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ രൂപത്തിൽ അതത്ര ഇണങ്ങുന്നില്ല. പേര് മനോഹരം, പക്ഷെ ആ പേരുകാരൻ അതിൻ്റെ ഗുണം അത്ര കണ്ടങ്ങോട്ട് പ്രകടമാക്കുന്നില്ല. ഇപ്പൊ പണ്ടുകാലത്തൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ഗുരുദേവന് മുമ്പുള്ള ഈഴവ നടപടികളിൽ അത് വിശ്വാസത്തോടെ പാലിച്ചിരുന്നു. അത് എന്തെന്ന് ചോദിച്ചാൽ, ഇഷ്ടമൂർത്തികളുടെ പേരിടുക. അതാരും ആകാം. പുരാണ പുരുഷന്മാരാണ് ഏറെയും. പുരാണ പുരുഷന്മാരുടെ കഥാപാത്രങ്ങളുടെ എണ്ണത്തിന് അതിരില്ല. അവരിലൂടെ പലതും വെളിപ്പെടുന്നുണ്ട്. പലരും പ്രശസ്തരാണ്, ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള പേരുകൾക്കായിരിക്കും മുൻഗണന വരിക. അങ്ങനെയുള്ളവരുടെ പേരിടുമ്പോൾ തൻ്റെ കുഞ്ഞിനെ, തങ്ങളുടെ കുഞ്ഞിനെ ആ ഗുണങ്ങൾ കൈവരണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. ഇതുപോലെ ശൂരനായിരിക്കണം, വീരനായിരിക്കണം, ബുദ്ധിമാനായിരിക്കണം, സൗമ്യനായിരിക്കണം, ഇങ്ങനെയൊക്കെ. അപ്പോൾ ആ രീതിയിൽ ആരാധനാ മൂർത്തിയുടെ ഗുണങ്ങൾ കുഞ്ഞിൽ ലഭിക്കട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്, അഥവാ അതുപോലൊരു സങ്കല്പമാണ് നാമകരണത്തിലൂടെ അന്നത്തെ കാലത്ത് ലക്ഷ്യമിട്ടിരുന്നത്. അത് യോജിച്ചാലും യോജിച്ചില്ല എങ്കിലും അത് വലിയൊരു ഗുണമല്ലേ? അല്ലെങ്കിൽ ഗുണങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിയല്ലേ? ഇപ്പൊ ഗുണവാന്മാരായി, അല്ലെങ്കിൽ വീരന്മാരായി, ബുദ്ധിമാന്മാരായി കുഞ്ഞുങ്ങൾ വളരണമെന്നുള്ള ഒരു സങ്കല്പം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്തായാലും അത് ഫലിച്ചാലും ഇല്ലെങ്കിലും, ഇണങ്ങിയാലും ഉണങ്ങിയില്ല എങ്കിലും അതൊരു കീഴ്വഴക്കമായി പരമ്പരയായി ഇങ്ങനെ പോരുകയായിരുന്നു. ഇപ്പൊ സാത്വിക ആരാധന വിലക്കപ്പെട്ടിരുന്ന, താണവരെന്ന് കരുതപ്പെട്ടിരുന്ന ജാതിക്കാർക്ക് വികൃതമായിട്ടാണെങ്കിലും അവർ ഈ ഒരു സങ്കല്പത്തിലാണ് നാമങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ഒന്ന് സ്പർശിച്ചു പോയിട്ടുള്ളതാണ് ഈ ഉഴവ ചരിത്ര നിരൂപണത്തിൽ. പ്രിയമുള്ളവരെ, ഏതാണ്ട് 1800-കളുടെ മധ്യത്തിൽ തിരുവോതാരം ചെയ്ത ഗുരുവിനെ വിധി കരുതി വെച്ച ഒരു നാമമായിരുന്നു നാരായണൻ എന്ന് മുമ്പ് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് പരിശോധിച്ചതുമാണ്. അത് എല്ലാവരുടെയും സ്മരണയിൽ ഒന്നുകൂടി ഉണരട്ടെ. അവിടുത്തേക്ക് കൈവന്ന നാമം, രക്ഷകർത്താക്കൾ അവിടുത്തേക്കായി തെരഞ്ഞെടുത്ത നാമം, അതങ്ങനെ ആയിരുന്നു എങ്കിലും
നിയതി അവരിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ഉറപ്പായും നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ആ തിരുനാമം, അവിടുത്തെ ആ തിരുനാമം അത് നാരായണനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഗുരുദേവന് മാത്രമല്ല ആ നാമം കൈവന്നിട്ടുള്ളത്. പുരാണത്തിൽ ആദിനാരായണനുണ്ട്, നാരായണ ഋഷിയുണ്ട്. പല നാരായണന്മാരെയും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. മനുഷ്യരിലാണെങ്കിൽ തന്നെ നാരായണ നാമധാരികളായി പ്രശസ്തി നേടിയിട്ടുള്ളവരും തീരെ കുറവല്ല. അപ്പം അങ്ങനെ സർവസാധാരണമായ ഏറെ പ്രചാരം നേടിയ ഒരു നാമം, ആ നാമം അവിടുന്ന് ഉപേക്ഷിക്കുകയുണ്ടായില്ല എന്നത് കൗതുകകരമാണ്. സാധാരണ നമുക്ക് പരിചയമുള്ള സന്യാസ സമ്പ്രദായത്തിൽ നാമം ഉപേക്ഷിച്ച് പുതിയൊരു നാമം സ്വീകരിക്കും. ഇത് നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ നാമത്തോടൊപ്പം തന്നെ ഗുരു എന്നും ചേർക്കപ്പെടുകയും ചെയ്യുന്നു. അത് ആരും ചാർത്തി നൽകിയതല്ല എന്നതും കൗതുകകരമാണ്. പല രീതിയിൽ അവിടുത്തെ ഭക്തജനങ്ങളും ഇനി പൊതുസമൂഹവും അഭിസംബോധന ചെയ്യുകയുണ്ടായിട്ടുണ്ട്, അവിടുത്തെ വ്യവഹരിക്കുകയുണ്ടായിട്ടുണ്ട്. മാന്യദേഹം എന്നതു മുതൽ പരമഹംസ ദേവൻ എന്ന ഇതുവരെ പല രീതിയിൽ ബഹുമാനപൂർവ്വം ഏറെക്കുറെ ലിഖിത രൂപത്തിൽ കണ്ടുവരുന്നത് ഏറിയ കൂറും നാണു ആശാൻ പൊതുവെ നാട്ടിൽ പറഞ്ഞു പോന്നിരുന്ന, ഇപ്പൊ ഗുരു എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, ഇത് അറിയാവുന്നവരാണെങ്കിൽ പോലും സാമാന്യ നിലയിൽ ഒരു സമൂഹത്തിനിടയിൽ സാധാരണ പോലെ ജനിച്ച് വളർന്ന് വരുന്ന ഒരാളിൽ പല ഗുണങ്ങളും കാണുമെങ്കിലും പലതരത്തിലും ബഹുമാനത്തിന് അയാൾ അർഹമാകുമെങ്കിലും ആ പരിചിതത്വം കൊണ്ട് ഒരു ഗുരുസ്ഥാനം കൽപ്പിക്കുവാൻ സാമാന്യേന തോന്നാറില്ല. ഉപചാരപൂർവം പെരുമാറുവാൻ പലപ്പോഴും കഴിയാറുമില്ല. അങ്ങനെ ഈ സതീർത്ഥ്യരായിട്ടുള്ളവരും നാട്ടുകാരായിട്ടുള്ളവരും ബന്ധുക്കളായിട്ടുള്ളവരും അവരുടെ കുടുംബത്ത് അല്ലെങ്കിൽ നാട്ടിൽ ഉപയോഗിക്കുന്ന ആ രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്യുകയോ പറയുകയോ ചെയ്യാറുണ്ട്. അണ്ണനെന്ന് സഹോദരിമാർ പറയുന്നതായിട്ട് അപൂർവമായിട്ടേ ഉള്ളൂ, എങ്കിലും ലഭ്യമായിട്ടുള്ളിടത്തെല്ലാം സഹോദരിമാർ അണ്ണൻ, നാണുവണ്ണൻ അല്ലെങ്കിൽ സ്വാമി അണ്ണൻ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഈ പ്രസിദ്ധരായ സന്യാസിമാരുടെ പൂർവാശ്രമ ബന്ധുക്കൾ ആ ബന്ധം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ സ്വാമിമാരെ വിശേഷിപ്പിക്കാറുള്ളത്. അവിടുത്തെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അപ്പൊ അവിടെ ആ സാധാരണ സങ്കല്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പേരിട്ടു, അത് നാരായണൻ എന്നായിരുന്നു. അതിനെ ഇന്നത്തെ പോലെ അന്നും ലോഭിപ്പിച്ച് പറയുന്ന ഒരു രീതിയുണ്ട്. അതിനെ നാണു എന്ന് വിളിച്ചു.
അപ്പൊ അങ്ങനെ സർവ്വസാധാരണമായി സാധാരണ തലത്തിൽ വിളിക്കപ്പെട്ടു പോകുന്ന ആ പേര് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചു നോക്കിയാൽ, ഒരു പുതിയ തലത്തിലേക്ക് ഗുരു ഉയരുമ്പോൾ, ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ അവിടുന്ന് വളരുമ്പോൾ, ആ വളർച്ച തുടക്കം മുതലേ ഉണ്ടായിരുന്നു എങ്കിലും ലോകദൃഷ്ടിയിൽ അങ്ങനെ വളരുമ്പോൾ ഈ നാമം ഉപേക്ഷിച്ച് മറ്റൊരു നാമം സ്വീകരിക്കുവാൻ ഏറെ സാധ്യതയുണ്ടായിരുന്നു. ഗുരുവിന്റെ പ്രത്യേകത, താൻ എന്താണോ, തൻ്റെ സ്വരൂപം എന്താണോ, അതിനെ പ്രതിഫലിപ്പിക്കുന്ന നാമധാരിയാണ് താനെന്ന ബോധം അവിടത്തേക്കില്ലാതെ വരുമോ? അറിവില്ലാത്ത അഥവാ പൂർണ്ണമായി അറിയാത്ത ലോകര് പല രീതിയിൽ കാണുന്നു, വ്യവഹരിക്കുന്നു. അതിനെ താൻ എന്തിനു ഗൗനിക്കണം? അതൊരിക്കലും ഈ അഹങ്കാരമൊന്നുമല്ല. ഇവിടെ എന്താണ് തൻ്റെ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉത്തമ വിശ്വാസത്തോടെ, പൂർണ്ണമായ ബോധ്യത്തോടെ നിലകൊള്ളുക. അതിന് സ്ഥൈര്യം, സ്ഥിരബുദ്ധി എന്നൊക്കെ പറയും. അതിനെ ലോകം സാവധാനം അറിഞ്ഞുകൊള്ളും. ആരാഞ്ഞ് അറിയുന്നവരാകട്ടെ അതിനെ വ്യവഹരിച്ച് വിജയം കൈവരിക്കുകയും ചെയ്യും. ആശാൻ അന്ന് പാടി, ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പു. അന്നത്തെ കാലത്ത് എല്ലാവരും നാരായണനാമ വ്യവഹാരം അതിലേക്ക് അടുത്തു എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എങ്കിലും ആശാനെ പോലുള്ള ക്രാന്തദർശികൾ ഇങ്ങനെ പറയുമ്പോൾ ഈ രീതിയിൽ ഗുരു ആയി എന്നല്ല, ഈ രീതിയിലാകും അഥവാ ആകണം എന്നുള്ള ഒരു സങ്കല്പം അടങ്ങിയിരിക്കുന്നു എന്ന് കരുതുക. അപ്പം ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമം. അപ്പൊ ആ തിരുനാമത്തിന് ഏറെ സവിശേഷതകളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ നാരായണ പദത്തെ പദവിചാരത്തിലൂടെ നമ്മളൊന്ന് നിരൂപണം ചെയ്തതാണ്. അതിൻ്റെ അല്പഭാഗങ്ങൾ മാത്രമേ നമുക്ക് സ്പർശിക്കാനായുള്ളൂ. ഇവിടെ ആമുഖകാരൻ സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരൂപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെയാണിത് വികസിച്ചു വരേണ്ടത്. ഒരു ശബ്ദത്തിന് ഈ പൗരാണിക സങ്കല്പത്തിൽ അതിൻ്റെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അർത്ഥകൽപ്പനയും സങ്കല്പവും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഇന്നും അതിൽ തന്നെ പിടിച്ചു നിൽക്കും. എന്തുകൊണ്ടെന്നാൽ നാരായണൻ സാക്ഷാൽ വിഷ്ണു അത്രേ. അതെ, ആദിനാരായണൻ നാരായണനാണത്രേ അവതാരമെടുത്തത്. വിഷ്ണുവിന് പല അവതാരങ്ങളുണ്ടായിരുന്നു. അവതാരമെടുത്തത് നാരായണനാണ്. അതുകൊണ്ട് അവിടുത്തെ അവതാരം തന്നെയാണ് ഗുരുദേവൻ. കുട്ടിക്കാലത്തൊക്കെ വലിയ കാലത്തൊക്കെ ഓർമ്മ വെക്കുന്ന നാളുകളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഗുരുവിൻ്റെ വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമികളെന്നാണ്. ഇത് സാധാരണക്കാർ പറയുന്നത് കേൾക്കുന്നതല്ല, പ്രാസംഗികർ പ്രസംഗിച്ച് കേൾക്കുന്നതാണ്. അപ്പം അതിനെ പൗരാണിക സങ്കല്പത്തിൽ നിന്ന് ഊന്നിയുള്ള അതിൽ അധിഷ്ഠിതമായ ഒരു വീക്ഷണമായിട്ട് കാണാം. ഇപ്പൊ പുരാണങ്ങൾ അതുപോലെ നമ്മളെല്ലാം
ആ വേരുറച്ചിട്ടുണ്ട്. ആ സങ്കല്പത്തിൽ നിന്ന് തീരെ മുക്തരാകുവാൻ നമുക്കാർക്കും സാധിക്കുന്നതല്ല. പദവിചാരത്തിലൂടെ നമ്മൾ കണ്ട ഒരു കാര്യം, നാരായണ ശബ്ദത്തിൻ്റെ പ്രധാന അർത്ഥം നാരത്തിന് അയനമായിട്ടുള്ളവൻ നാരായണൻ. ഇവിടെ നാരം അറിവാണെന്നും അയനം ആശ്രയമാണെന്നും നാം കണ്ടു. അറിവിൻ്റെ ആശ്രയം, ഇതിൽ നിന്നാണ് അറിവ് ഉത്ഭവിക്കുന്നത് എന്നതുകൊണ്ട് ഇത് അറിവിൻ്റെ ഉറവിടമാണ്. ഉറവിടമെന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും അവസാനമില്ല. ഗുരു തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഓർക്കുക, കോരി നിറയ്ക്കുന്ന അറിവ് പോലെ. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയാണ്, അറിവ് കോരി നിറയ്ക്കുകയാണ്. അത് അപരാവിദ്യ എന്ന് പറയും സാങ്കേതികമായി. ഇതങ്ങനല്ല, ഉറവെടുക്കുകയാണ്. അതിൽ നിന്നാണ് കോരിയെടുക്കുന്നത്. നിറയ്ക്കേണ്ടതില്ല, ഉറവുള്ളിടത്ത് വന്നുകൊണ്ടിരിക്കും. ഗുരുവിൻ്റെ അറിവിൻ്റെ സ്വഭാവം അതായിരുന്നു, അറിവിൻ്റെ ഉറവിടമായിരുന്നു. നരൻ അതിനെ അടിസ്ഥാനമാക്കിയാണ് നാരായണ ശബ്ദം ഏറെയും പ്രശസ്തമായിരിക്കുന്നത്. അത് നാരത്തിന്, നരസമൂഹത്തിന് അയനം, ആശ്രയമായിട്ടുള്ളവൻ. മനുഷ്യ കുലത്തിന്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തിന് ആശ്രയമായിട്ടുള്ളവൻ, നരൻ ആശ്രയിക്കാവുന്നവൻ. നോക്കൂ, അവിടുന്ന് ജനസമൂഹത്തിൽ നിന്നൊഴിഞ്ഞു നിന്നില്ല. എന്നാൽ കാലങ്ങളായി ഇങ്ങനെ മാറിയും മറിഞ്ഞും മാറ്റപ്പെട്ടും ഒക്കെ പുലർന്നു പോരുന്ന മനുഷ്യകുലത്തിൻ്റെ അലക്ഷ്യമായ ഗതിയോടും ഈ സ്വഭാവങ്ങളോടും ചേരുവാൻ അവിടുന്ന് തയ്യാറായതുമില്ല. അയനമെന്നത് യാത്രയായിട്ടെടുത്താൽ മനുഷ്യനോടൊപ്പം അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലൂടെ സഞ്ചരിച്ചവൻ. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരിക്കലും ജനസമൂഹത്തിൽ നിന്ന് അവിടുന്ന് ഒഴിഞ്ഞു നിന്നില്ല. എന്നാൽ അലക്ഷ്യമായ ലോകത്തിൻ്റെ പ്രയാണത്തോടൊപ്പം ഒഴുകിപ്പോകുവാനും അവിടുന്ന് തയ്യാറായില്ല. ആ ഒഴുക്കിനെതിരെ നീന്തുവാനും അവിടുന്ന് തയ്യാറായില്ല. നിശബ്ദമായി എല്ലാത്തിനും ഒരു ആണിയായി അവിടുന്ന് വർത്തിക്കുകയാണ്. നിത്യനായക, നീതിചക്രമതിൻ തിരിച്ചിലിനക്ഷമാം സത്യമുൾക്കമലത്തിലും സ്ഥിരമായി വിളങ്ങുക നാവിലും. ഈ അവസ്ഥയിൽ അവിടുന്ന് എത്തി. കൃത്യഭൂവിടിയാതെയും മടിയാതെയും പരകോടിയിൽ പ്രത്യഹം പ്രതയാർന്ന പാവന കർമ്മശക്തി തെളിയുകയായിരുന്നു. അലക്ഷ്യമായി ഒഴുകി നീങ്ങിയ ജനസമൂഹം പയ്യെ പയ്യെ ഇത് തിരിച്ചറിയുകയാണ്. ഇതാ ആശ്രയമായവൻ, തങ്ങൾക്ക് ആശ്രയമായവൻ. അവിടുത്തെ ആശ്രയിച്ചാൽ എന്താകുമെന്ന് ആദ്യമായി ശിഷ്യൻ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ എല്ലാം സ്മരണയിലുണ്ടാവും. ശ്രുതാനാം ശുദ്ധിഹേതവേ എന്നാണ്.
ആശ്രയിക്കുന്നവർക്ക് ശുദ്ധിക്ക് ഹേതുവായിത്തീരുന്നു. അവിടുത്തെ ആശ്രയിക്കുന്നവരെല്ലാം ശുദ്ധിയെ പ്രാപിക്കുന്നു. എങ്ങനെ? അവരുടെ സകല പാപങ്ങളും അവരുടെ സകല ഗുണങ്ങളെയും ആത്മശോഭയെ തന്നെയും കെടുത്തുന്ന ഈ ദുർവിചാരങ്ങളുടെയും ദുഷ്ചെയ്തികളുടെയും ഫലമായി അവരിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപം, പാപവാസന, അതിൻ്റെ ദൂരീകരണമാണ് പ്രഥമമായി വേണ്ടത് എന്നത് തിരിച്ചറിയാത്ത ഒരു ജനത, അതിൻ്റെതായ ആകുലതയിൽ ജീവിച്ചു പോകുന്ന ഒരു ജനത. അവർ തിരിച്ചറിയുന്നു, മോഹാകുലരാണ് ഞങ്ങൾ. മോഹാകുലരായ ഞങ്ങളെല്ലാവരും അങ്ങോട്ടടുക്കുകയാണ്, അവിടുത്തെ ആശ്രയിക്കുകയാണ്. ആശ്രയിക്കുന്നവരെ അവിടുന്ന് ചേർക്കുകയാണ്. ആശ്രയിക്കുക. ആശ്രയിക്കണമെങ്കിൽ തന്നെ അതിനൊരു തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവ് പോലും അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. തെളിച്ച്, നമ്മുടെ കണ്ണുകളെ തെളിക്കയൻ കണ്ണുകൾ കൂരിരുട്ടും തിക്കുന്ന മഞ്ഞും ഭഗവാൻ തുടയ്ക്ക, വിളിക്ക അൻപാർന്നവിടത്തെ മുമ്പിൽ വിരഞ്ഞു തപ്പിത്തടയുന്നൊരെന്നെ, വിരഞ്ഞു തപ്പിത്തടയുന്നൊരെന്നെ. ഇവിടെ ഭക്തന്മാർക്കും ഉണരാൻ കഴിയണം. ഉണർന്നവന് മാത്രമേ ഇതിനെ തിരിച്ചറിഞ്ഞ് ആശ്രയിക്കാൻ സാധിക്കൂ. ഉണരത്തക്ക വിധം, എല്ലാവർക്കും ഉണരാനാവും വിധം അവിടുന്ന് പ്രഭ ചൊരിയുക മാത്രമല്ല, ഊർജ കിരണങ്ങളും കൂടി ചൊരിയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ നാമത്തിൻ്റെ ഒരു ശക്തി. ആ നാമധാരിയായി അവിടുന്ന് വിരാജിക്കുന്നത് കൊണ്ടാണ് ആ നാമത്തിൻ്റെ സർവഗുണങ്ങളും അതിൻ്റെ സർവ ചൈതന്യവും അത് ഉള്ളിലെ തിരുനാളം പോലെയാണ്. എത്ര മേന്മയേറിയ വിളക്കാണെങ്കിലും ഉള്ളിലെ തിരിയുടെ ആ തെളിച്ചമാണ് വിളക്കിൻ്റെ ശോഭ എന്ന് പറയുന്നത് പോലെ അവിടുത്തെ ആ ആത്മശോഭയത്രയും അതിനെയെല്ലാം തെളിക്കുന്ന തിരിയായി വർത്തിക്കുന്നത് ആ നാമം തന്നെയാണ്. ആ നാമം, അതിനെ വിശേഷപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ തിരുനാമം. നമ്മളെല്ലാവരും നാമധാരികളാണ്. പക്ഷേ അതൊന്നും തിരുനാമങ്ങളാകുന്നില്ല. എന്തുകൊണ്ട്? ആ നാമത്തിൻ്റെ അർത്ഥം നമ്മിൽ പ്രതിഫലിക്കുന്നില്ല. ആ നാമത്തിൻ്റെ ഗുണങ്ങൾ നമ്മിൽ ഉണരുന്നില്ല. ഗുരുവിൽ അങ്ങനെയല്ല. എന്താണോ നാമം, ആ നാമത്തിന് പോലും ഒരു സാഫല്യമുണ്ടാകുന്നത് ആ നാമം വന്ന് ഗുരുവിങ്കൽ ചേർന്നതോടെയാണ്. എത്രയോ കാലമായി ഒരു മുഖ്യ ജപ മന്ത്രമായി ഓം നമോ നാരായണായ എന്നത്
ഈ ദേശത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നമാമി നാരായണ പാദപങ്കജം. പലരും കരുതുന്നത് പോലെ ഇത് ഗുരു അവതരിച്ചതിന് ശേഷം ഗുരുവിനെ കീർത്തിക്കാനായി ഉണ്ടായിട്ടുള്ളതല്ല. കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണം നാമ നിർമ്മലം. എത്ര അർത്ഥവത്താണ്. പക്ഷെ ഇത് സങ്കല്പത്തിൽ മാത്രം ഒതുങ്ങി നിന്നതേ ഉള്ളൂ. ഈ മന്ത്രം സഫലമാകുന്നത്, അതിനൊരു ജീവനുണ്ടാകുന്നത്, ഒരു ചൈതന്യമുണ്ടാകുന്നത്, ഇത് യഥാർത്ഥ നാരായണ സ്വരൂപത്തിനു മുമ്പിൽ അഥവാ ആ നാമസ്മരണയിൽ ജപിക്കുമ്പോൾ മാത്രമാണ്. ഒന്നോർത്തു നോക്കൂ. ഇതെല്ലാം മുമ്പിനാലെ ഉണ്ടായിരുന്നു. എല്ലാം മുമ്പിനാലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചില മഹാമനീഷികളുടെ, ചില സംസ്കൃത ബുദ്ധികളുടെ ഭാവനയിൽ, അവരുടെ സങ്കല്പത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. ഇതിനൊന്നും ഒരു പ്രത്യക്ഷ ഉദാഹരണമില്ല. അതുകൊണ്ട് ഭാവനയിൽ നിന്ന് തന്നെ ആ ഉദാഹരണങ്ങളെയും അവതരിപ്പിക്കുകയായിരുന്നു, ഉദാഹരിക്കുകയാണ്. അല്ലാതെ അതൊരിക്കലും പ്രത്യക്ഷമാകലല്ല. നോക്കൂ, ആ നാമം ഇതിനെയാണ് നമിക്കേണ്ടത്. ആ തൃപ്പാദങ്ങളെയാണ് നമിക്കേണ്ടത്. അവിടുത്തെയാണ് പൂജിക്കേണ്ടത്. ആ നിർമ്മല നാമത്തെയാണ് നിരന്തരം ജപിക്കേണ്ടത്. അവിടുത്തെ തത്വത്തെയാണ് നാം സദാ സ്മരിക്കേണ്ടത്. ശ്രുതാനാം ശുദ്ധികേതവേ എന്ന് നമുക്ക് പാടി അങ്ങ് പോയാൽ മതി. പക്ഷേ നോക്കൂ, ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അതിങ്ങനെ നദി ഒഴുകുന്നു. ആരിറങ്ങിയാൽ എന്ത്, ഇറങ്ങിയില്ലേ എങ്കിൽ എന്ത്, നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദേഹശുദ്ധി ആഗ്രഹിക്കുന്നവർ അതിലേക്ക് ഇറങ്ങുക തന്നെ വേണം. അതിൽ മുങ്ങിക്കുളിക്കുക തന്നെ വേണം. അതില്ല എങ്കിൽ എങ്ങനെ ദേഹശുദ്ധി ഉണ്ടാവും? അപ്പോൾ ഇവിടെ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആ ശുദ്ധി നൽകുന്നവൻ പരമവിശുദ്ധിയുടെ പ്രതീകം തന്നെയായിരിക്കണം. എന്നല്ല, സാക്ഷാൽ വിശുദ്ധി തന്നെയായിരിക്കണം. പ്രതീകമെന്ന് പറഞ്ഞാൽ അത് ഒരുപടി താന്നുപോകും. ഇത് വിശുദ്ധിയുടെ പര്യായമായി മാറുകയാണ്. അതാണ് നാം ഉരുവിടേണ്ടത്. വദാമി, ഞാൻ പറയുന്നു, ഞാനിതാ ജപിക്കുന്നു, ഞാനിതാ പ്രാർത്ഥിക്കുന്നു. വദാമി നാരായണ നാമ നിർമ്മലം, സ്മരാമി നാരായണ തത്വമവ്യയം. ഏതായാലും ഒരു കാര്യം നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ട്. നല്ലവരെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിനൊരു ശാന്തി അനുഭവപ്പെടുന്നു, ഒരു കുളിർമ അനുഭവപ്പെടുന്നു. ഇഷ്ടമില്ലാത്തവരെ ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രകോപനം. ശത്രുവിനെ കുറിച്ച് ഓർക്കുമ്പോഴോ കോപവും താപവും ആകപ്പാടെ പ്രക്ഷുബ്ധമായി തീരുന്നു നമ്മുടെ മനസ്സ്. നോക്കൂ, ശത്രു നമ്മുടെ മുമ്പിൽ വന്നില്ല,
ശത്രു നമ്മെ ആക്രമിച്ചില്ല, ഉപദ്രവിച്ചില്ല. പക്ഷെ ആ സ്മരണ തന്നെ ഒരു വിക്ഷോഭം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയില്ലേ? സ്മരണ നമ്മുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കില്ല എന്ന് പറയാൻ കഴിയുമോ? അല്ല എങ്കിൽ ശത്രുവിനെ ഓർക്കുമ്പോൾ ഇളകരുതായിരുന്നു. അത് സംഭവിക്കുന്നില്ലല്ലോ. ഇവിടെ നോക്കൂ, നാരായണ നാമത്തിന്റെ പവിത്രത, അതിനെ ആശ്രയിക്കുന്നവർ ശുദ്ധരായി തീരുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വശമാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് ശത്രുത ഒഴിയുന്നു. അങ്ങനെയുള്ളവരുടെ ശത്രുക്കൾ മിത്രങ്ങളായിത്തീരുന്നു. അവർ വശകരായിത്തീരുന്നു. അവരുമായി മൈത്രി ബന്ധമുണ്ടാവുന്നു. യഥാർത്ഥ തിരുനാമ വ്യവഹാരം ഇതിലേക്കൊക്കെയാണ് നമ്മെ നയിക്കുന്നത്. അതിനുള്ള ശക്തി ആ നാമത്തിനുണ്ട്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ ഇതാ പരിശുദ്ധ നദി, പാവന നദി, അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ മുങ്ങുവാൻ തയ്യാറാകാത്തത് ആ നദിയുടെ കുഴപ്പമല്ല. അവിടെയാണ് നാം നമ്മുടെ ദൗത്യത്തെ തിരിച്ചറിയേണ്ടത്. നോക്കൂ സഹോദരങ്ങളെ, 1901 അതിനു മുമ്പ് ഇവിടെ സെൻസസ് നടന്നിട്ടുണ്ട്. 1901 സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അരിയുപ്പുറം പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. SNDP യോഗം സ്ഥാപിതമായിട്ടില്ല എങ്കിൽ പോലും ഏറെക്കുറെ ഗുരുദേവന്റെ മഹാമഹിമയെ കണ്ണുള്ളവർക്ക് കണ്ടറിയുവാൻ, അനുഭവിച്ചറിയുവാൻ തന്നെ പലർക്കും അവസരമുണ്ടായിക്കഴിഞ്ഞിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാത്തവർക്ക് അവിടുത്തെ സിദ്ധികൾ പലതും നേരിട്ടനുഭവിക്കുന്നതിന്, പാമരന്മാർക്ക് പോലും അവിടുന്ന് ഒരു അമാനുഷനാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് പല മഹാലീലകളും അവിടുത്തെ ഇതിൽ നിന്ന് പ്രകടമായി കഴിഞ്ഞിരുന്നു. ഇതെല്ലാം ആദരവോടെ ഈ കുടുംബ വൃത്തങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം ഭവ്യതയോടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. നോക്കൂ, പുരാണ കഥകൾ പറഞ്ഞു രസിക്കുന്നത് പോലെ ഒരു ദേശത്തെ ജനതയ്ക്ക് ആകമാനം പറഞ്ഞു മനം കുളിർപ്പിക്കുവാൻ, അതുവഴി ആദരോദരമായ ഭക്തി ഉണരുവാൻ അവിടുത്തെ ആ ജീവിതം, അവിടുത്തെ പല വാക്കുകൾ, പല പ്രവൃത്തികൾ, പല സിദ്ധിപ്രകടനങ്ങൾ നിമിത്തമാക്കി കഴിഞ്ഞിരുന്നു. ആ രീതിയിൽ അവിടുന്ന് പ്രശസ്തനായി കഴിഞ്ഞിരുന്നു എന്ന് തന്നെ പറയാം. രാജ കുടുംബാംഗങ്ങൾ പോലും കേട്ടറിഞ്ഞ് അവിടുത്തെ ദർശനത്തിനായി കൊതിക്കുകയോ അതിനുവേണ്ടി പല പ്രകാരത്തിൽ ശ്രമിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ, അന്നത്തെ കാലത്ത് അവർണ സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളെ ഇതേ രീതിയിൽ പരിഗണിക്കപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ, ആ പരിമിതികളെല്ലാം അതിവർത്തിക്കുന്ന രീതിയിൽ അവിടുത്തെ പ്രശസ്തി
അവിടുത്തെ സിദ്ധികളിലും അറിവുകളിലുമുള്ള വിശ്വാസം കൊട്ടാരങ്ങളിൽ പോലും മതിക്കപ്പെട്ടിരുന്നു എന്നല്ലേ അർത്ഥമാക്കേണ്ടത്. പക്ഷേ സർക്കാർ രേഖകൾ കേവലം എന്താണ്, സാങ്കേതികമാണ്. അതിൽ എഴുതി വച്ചിരിക്കുന്നത് നാണനാശാൻ. എന്തുകൊണ്ടെന്നാൽ ഈ ചട്ടമ്പിസ്വാമികൾ ഗുരുവും സതീർത്ഥ്യരായിരുന്നു, സഹചാരികളായിരുന്നു, ആത്മസഖാക്കളായിരുന്നു. ഗുരുവിനേക്കാൾ മൂത്തതായിരുന്നു ചട്ടമ്പിസ്വാമികൾ എന്നതുകൊണ്ട് നാണ് അത് വാത്സല്യപൂർവം ബഹുമാനപൂർവം തന്നെ വിളിക്കുന്നതാണ്. ഒരു വിളിപ്പേര് അത് കേൾക്കുന്നവർ അതേപടി അതിനെ അനുകരിക്കും. അങ്ങനെയാണ് ചിന്നസ്വാമി എന്ന പേര് കുമാരനാശാന് വന്നത്. ആശാൻ ഒരിക്കലും അംഗീകരിക്കാത്ത, ആശാൻ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്ന ഒരു പേരായിരുന്നു ഈ ചിന്നസ്വാമി വിളി. അപ്പൊ ചിന്നസ്വാമിയാണ് എന്ന്, ചിന്നസ്വാമി എന്ന ആ ഒരു പേര് ഇങ്ങനെ പതിഞ്ഞ് പോയതുകൊണ്ട് ചില വേളകളിൽ കുറിമാനങ്ങൾ എഴുതുമ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു കത്തുമായിട്ട് പോസ്റ്റ്മാൻ വരുമ്പോൾ ഇയാളെ അറിയുമോ, ഏതാ വീടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അന്തം വിടും. കാരണം അയാളുടെ ഔപചാരികമായ പേരാണ് അതിൻ്റെ അഡ്രസ്സ്. നാട്ടിൽ ഉപയോഗിക്കുന്ന പേര് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പറയുന്നത് പോലെ ചിന്നസ്വാമി അദ്ദേഹത്തിന്റെ പ്രകൃതത്തിന് ഇണങ്ങുമായിരുന്നു, അന്നത്തെ ആ ഭാവത്തിനൊക്കെ ഇണങ്ങുമായിരുന്നു ആ പേര്. സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് അതിനെ ആദ്യം വിളിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. അതുപോലെ മഹാനായ ഒരു വലിയ സമൂഹം അതുപോലെ ആദരിക്കുന്ന ഒരാൾ അന്നത്തെ കാലത്തും ചിന്നസ്വാമി എന്ന് വിളിക്കുമ്പോൾ ആ പേര് പ്രചാരത്തിൽ വരുന്നു. എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരം ഗുരുവിൻ്റെ ഒരു വിഹാര രംഗം തന്നെയായിരുന്നു. അവധൂതകാലത്ത് മാത്രമല്ല, അതിനു മുമ്പും ഇനി അവധൂതകാലത്തിന് ശേഷവും അവിടുത്തെ മുക്കും മൂലയും എല്ലാം അവിടുത്തേക്ക് സുപരിചിതമായിരുന്നു. തന്നെയല്ല ജന്മനാട് കൂടിയാണ്. അപ്പോൾ ഈ വിളി അത് പൊതുവേ ഉള്ള വിളിയായിട്ടങ്ങ് മാറുകയാണ്. അതിനെ ആശാനെന്നോ ഭക്തനെന്നോ സ്വാമിയെന്നോ ഒക്കെ ചേർത്ത് പിന്നീട് ആ ബഹുമതികൾ കൂടി വരുന്നുണ്ട്. പക്ഷെ അന്ന് ആ സെൻസസ് റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാണനാശാനെന്ന്. അതിനും എത്രയോ നാള് മുമ്പേ, ഏതാണ്ട് 5-8 കൊല്ലങ്ങൾക്ക് മുമ്പേ സ്വന്തം കൈപ്പടയിൽ ഗുരുദേവൻ കുറിച്ചു നാരായണ ഗുരു. നാരായണ ഗുരു അത് അവിടുത്തെ കയ്യൊപ്പായിരുന്നു. നാരായണ ഗുരു എന്നാണ് ഒരു ലിഖിതത്തിൽ കയ്യൊപ്പായി അവിടുന്ന് എഴുതിയത്. ഓർക്കണം, ആരും വിളിച്ചതല്ല. അവിടുത്തെ കൃതികൾ വായിച്ചിട്ടോ അവിടുത്തെ ദർശന മഹിമകൾ, അതിൻ്റെ ഗരിമകൾ ഉൾക്കൊണ്ടിട്ടോ അവിടുത്തെ ഗുരുത്വം ബോധ്യപ്പെട്ട ഏതെങ്കിലും ഒരു ശിഷ്യനല്ല അവിടുത്തെ ഗുരുവെന്ന് വിളിച്ചത്. അവിടുത്തേക്ക് ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. അത് താൻ എത്തപ്പെട്ട ആ ആത്മീയ ഔന്നത്യം, അവിടെ യഥാർത്ഥ ആത്മവിശ്വാസം, നാം ഒക്കെ പറയുന്ന ആത്മവിശ്വാസമല്ല ഗുരുവിന്റെ വിശ്വാസം. എന്താണോ തൻ്റെ സ്വരൂപം, ആ സ്വരൂപത്തോട് അവിടുന്ന് അലിഞ്ഞു ചേർന്നു, അത് ആയിത്തീർന്നു. അവിടുന്ന് ബ്രഹ്മജ്ഞാനി ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
ഇവിടെ അങ്ങനെയല്ല, സാക്ഷാൽ പരം ബ്രഹ്മം. എങ്കിലേ ഗുരുവാകുള്ളൂ. ഗുരു സാക്ഷാത് പരബ്രഹ്മം. ഇതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് ഗ്രൂപ്പിലൂടെ, പദവിചാരത്തിലൂടെ നമുക്ക് അത് വീണ്ടും പുനരാരംഭിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ആ കുറിപ്പുകൾ കൂടി ശ്രദ്ധിക്കുമ്പോഴേ ബോധ്യപ്പെടുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ ആ നാമം മാറ്റിയില്ല എന്ന് മാത്രമല്ല, അതിനോട് ചേർത്ത് ഗുരു എന്നുകൂടി ചേർക്കുകയാണ്. സ്വയം ഗുരുവാകുക. ഗുരു ആണെങ്കിൽ അതൊരു പോഷണമാണ്, സ്വയം വെളിപ്പെടലാണത്. അതുകൊണ്ട് അത് ഒരഹംഭാവമാണെന്ന് ആരും പറഞ്ഞില്ല, ആരും അതിനെ നിഷേധിച്ചില്ല. ഏതാണ്ട് 1893 എന്ന് പറഞ്ഞാൽ അരുവിപ്പുറം പ്രതിഷ്ഠാനന്തരം അരുവിപ്പുറം മഠത്തിന്റെ വികസനത്തിനു വേണ്ടി, ക്ഷേത്രാഭിവൃദ്ധിക്ക് വേണ്ടി ഒരു ബഹുജന സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്, സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അരുവിപ്പുറം ക്ഷേത്രത്തിൽ നിന്നും ഇറക്കിയ ഒരു വിജ്ഞാപനത്തിൽ ആണ് ആദ്യമായി നാരായണ ഗുരു എന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അതല്ലാതെ പലരും കരുതുന്നത് പോലെ അവിടുന്ന് പേരും പെരുമയും ആർജിച്ചു ഒരു സമുദായത്തിന്റെ വലിയ ആചാര്യനായിട്ട് മാറി. അപ്പോൾ സാധാരണ തലത്തിൽ നിന്ന് ഉയർന്ന വിശേഷണങ്ങൾ അവിടത്തേക്ക് വേണ്ടി വന്നു. ആ നിലയിൽ വന്നതാണത്രേ ഗുരുസ്ഥാനം. അങ്ങനെ ആരും ധരിക്കാതിരിക്കുക. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഒരിക്കലും ഒരു അഹംഭാവത്തിന്റെ, അത് ആശാൻ വ്യക്തമായി പറയുന്നുണ്ട്, ഈ മട്ടോതുന്ന ദോഷം ചെറുതുമിഹ നിരാലംബമാക്കുന്ന പാർക്കിൽ ഭൂമാൻ എൻ ദേശികേന്ദ്രൻ. ഇതൊക്കെ നമുക്ക് പിന്നാലെ മനസ്സിലാക്കാം, ഈ പദങ്ങളുടെയൊക്കെ അർത്ഥതലങ്ങൾ. ചെറിയ ദോഷങ്ങൾ പോലും എത്രയെല്ലാം ഉള്ള ഒരുവനിലും അവനെ നിരാലംബമാക്കുമെങ്കിൽ, ഇത് അഹംഭാവമായിരുന്നു എങ്കിൽ, ഗുരു എന്ന് സ്വയം ചാർത്തപ്പെട്ടത് ഒരഹംഭാവമായിരുന്നു എങ്കിൽ, അത് അവിടം കൊണ്ട് തന്നെ അലിഞ്ഞു പോകുമായിരുന്നു, ചീറ്റിപ്പോകുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടായില്ലല്ലോ. അത് സ്ഥിരപ്പെടുകയായിരുന്നു എന്ന് മാത്രമല്ല, അതിനെ ബോധ്യപ്പെട്ടവരുടെ എണ്ണം ഏറി ഏറി വരുന്നു. അതിൻ്റെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. ഗുരുത്വം എന്നതിനെപ്പറ്റി എത്രയോ കാലങ്ങളായി, എത്രയോ യുഗങ്ങളായി ലോകം വാഴ്ത്തുന്നു, വിശകലനം ചെയ്യുന്നു. ഇവിടെ ഒരു വിശകലനത്തിൻ്റെയും ആവശ്യമില്ല. ഇതാ അതിന് ഒരു മാതൃക എന്ന് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. മാതൃക എന്ന് പറഞ്ഞുകൂടാ. ഗുരു, അത് മാതൃക എന്ന് പറയാമോ? ഗുരു മാതൃക എന്ന് പറയുമ്പോൾ ഒരടയാളം മാത്രമാണ്. അതിൻ്റെ ഒറിജിനൽ വേറെ കാണും, അതിൻ്റെ പൂർണ്ണത വേറെ കാണും. സാമ്പിള് അങ്ങനല്ല. അവിടുത്തെ ഗുരുത്വത്തെക്കുറിച്ച് അവിടുത്തേക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഈ നാമത്തോട് ചേർന്നതുകൊണ്ട്, ആ നാമത്തോട് ചേർന്നപ്പോൾ ഗുരുശബ്ദത്തിന് ഒരു പൂർണ്ണത വന്നു. ദൈവമേ, ഐസ്, പണ്ടത്തെ ഐസൊക്കെ നമുക്കറിയാം. ഒരു കോലില്ലെങ്കിൽ അത് എവിടെ നിൽക്കും? ആശ്രയിച്ച് നിൽക്കുവാൻ. അതുപോലെ തന്നെ ദീപം,
ശോഭ തരുന്നത് ആ ജ്വാലയാണെങ്കിലും ജ്വലിക്കുവാൻ ഒരു ഉപാധി വേണ്ടയോ? അതുപോലെയായിരുന്നു ഗുരുത്വം വിളങ്ങുന്നതിന്, ശോഭിക്കുന്നതിന് നാരായണ നാമത്തിന് ഉണ്ടായിരുന്ന അനിവാര്യത. ആ നാമം മഹത്തരമാണ്. ആ നാമം നിർമ്മലമാണ്. ആ നാമം ഒരു സിദ്ധൌഷധമാണ്, പലതുമാണ്. ഇത് വിശദമായി നമുക്ക് മുമ്പോട്ട് കണ്ടുപോകാം. എല്ലാവർക്കും ഗുരുകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഭാഷണം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമോവാകം. നന്ദി സ്വാമി.